ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് വിരിഞ്ഞ റോസാപ്പൂക്കളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന റോസാണ് കേട്ടോ. ഇതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഓർക്കിഡ് റോസ് കേട്ടോ. ഒട്ടും മുള്ളില്ലാത്ത ഒരു വെറൈറ്റി റോസാണ്. നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്, എന്ത് രസമാണെന്ന് അറിയാം. ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റോസ്. രണ്ടാമതായിട്ട് ഈ കാണുന്ന റോസാണ് കേട്ടോ. ഇതൊരു ബട്ടൺ റോസാണ്. ഓറഞ്ച് കളറിൽ നിറച്ച് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. അടുത്തതായിട്ടുള്ളത് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് മജന്ത കളറാണ് വരുന്നത്. നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ വിരിയാറുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇതളുകൾ ഹാർട്ട് ഷേപ്പിലാണ് ഉള്ളത് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. നല്ല ഭംഗിയാണ്, നല്ല കൊല കുത്തിയിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുള്ളത്. അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല കൊല്ല കുത്തി പൂത്ത് നിൽക്കുന്ന നമ്മുടെ മിനിയേച്ചർ റോസാണ് കേട്ടോ. ഒരുപാട് പേരുടെ കയ്യിലുള്ള ഒരു ബട്ടൺ റോസാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, എണ്ണിയാലും തീരാത്തത്ര പൂക്കളുണ്ട് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പൂക്കളുടെ ഭാരം കാരണം പ്ലാന്റ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നിറച്ച് പൂക്കളുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ അഹല്യ റോസാണ് കേട്ടോ. ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഏതാണ്ട് കൊഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇതൊരു മിനിയേച്ചർ റോസാണ്. വളരെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ. ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽ റോസാണ്. ബട്ടർഫ്ലൈ റോസ് എന്നൊക്കെ പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ. ഇതും ഈ കൂട്ട് നിറച്ച് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു വെറൈറ്റി റോസാണ് കേട്ടോ. നല്ല ബേബി പിങ്ക് കളറ്, അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും വരുന്നതാണ്. നല്ല കൊല കുത്തി പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇനിയും വിരിയാനായിട്ടുള്ള മുട്ടുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ ഐസ് ലവ് റോസാണ് കേട്ടോ. ശരിക്കും ഈ റോസൊക്കെ വിരിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായേ. ഇതിപ്പോൾ ഏതാണ്ട് കൊഴിയാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐസ് ലവ് റോസ് കേട്ടോ. പിന്നെ വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ്. കുഞ്ഞ പൂക്കളോട് കൂടി നിറച്ച് ബഞ്ചായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റോസാണ് ക്ലൈമ്പിംഗ് റോസിൽ കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു റോസാണ് കേട്ടോ. പീച്ച് കളറാണ്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ. കുഞ്ഞ പൂക്കളാണ്. നല്ല രസമാണ് ഇതിൻ്റെ കളറ് കാണാനായിട്ട് കേട്ടോ. നിറച്ച് പൂക്കൾ തരുന്ന ഒരു തനി നാടൻ റോസാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. കൂടാതെ ഈ കാണുന്നതൊരു റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. ഇങ്ങനെ കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഇതിന് പൂക്കളുടെ എണ്ണം കുറവാണ് കേട്ടോ. ഇത് വിരിയാനായിട്ടുള്ള മുട്ടുകളാണ്. ഇതിൻ്റെ തന്നെ ഓറഞ്ച് റോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു റോസാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് കളറിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി റോസാണ്. ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് കട്ടിങ്സ് മേടിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ. അപ്പം ഇപ്പോൾ ശരിക്കും ഇതിനകത്ത് പൂക്കൾ കുറവാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ചെടികളിലും പൂക്കളില്ലാതെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.